ആയാൽ ഞാൻ വെള്ളിയാഴ്ച എന്റെ കാടിനെ ഞാൻ ഇറങ്ങും, ഞാൻ പണിയെടുക്കും, ഞാൻ അതിനെ വിത്തിടും. അതാ തുവരുണ്ട്, അവരുണ്ട്, തട്ടപ്പയറുണ്ട് എല്ലാം കൊണ്ടുവന്ന് ഞാൻ വണ്ടി വിട്ടു ഇറക്കി ഞാൻ ആ പണിയെടുക്കും. എല്ലാ ഗവൺമെന്റ് കാണട്ടെ എന്നാണ് ഞാൻ ഇപ്പൊ ഈ ചാനലിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും അത് കണ്ടെത്തണം. എനിക്ക് ആ ഭൂമി തിരിച്ചു കിട്ടണം. തിരിച്ചാതെ പോയാൽ ഞാൻ അട്ടപ്പാടിനെ എന്റെ ഭൂമിനെ ഞാൻ വിട്ടുകൊടുക്കില്ല. ഏത് ഗവൺമെന്റ് വന്നാൽ എനിക്ക് ഉത്തരവ് തന്നിട്ടാണ് അതിനെ ഇറങ്ങാൻ പറ്റൂ, ഇല്ലെങ്കിൽ ഞാൻ വിടൂല്ല. എനിക്ക് 4 ഏക്കർ 80 സെന്റ് അതിനെ നിങ്ങൾ അളന്നു വെച്ചിട്ട് ബാക്കിന് നിങ്ങൾ എന്താ ചെയ്താലും എനിക്ക് വിഷയമല്ല. എന്റെ ഭൂമി എനിക്ക് തിരിച്ചു വേണം. 25 വർഷമായിട്ട് എന്റെ കെട്ടിയവന് കേസാടിയിട്ട് അവന് മറിച്ചു, എന്റെ മാമന് മറിച്ചു, എന്റെ മാമിയാള് മറിച്ചു. ഒരു കാലഘട്ടത്തിന് നമ്മൾ അട്ടപ്പാടിനെ ജീവിച്ചവർ ഞങ്ങൾക്ക് മണ്ണില്ലാതെ നിങ്ങൾ നാരിമുത്ത് അവന്റെ ഭൂമി അച്ഛന്റെ ഭൂമി അപ്പുറത്തുണ്ട്, അതെ പോയി കൊടുക്കട്ടെ. എന്റെ ഭൂമിനെ കൊടുക്കാൻ അവന് സമ്മതമില്ല. സാർമാർകൾ അവനെ കൂടി വിളിക്കണം. ഇവിടെ നാരിമുത്തിനെ ആ ഭൂമി ആര് വാങ്ങിയിരിക്കണോ അയാൾ അവനെ വിളിക്കണം. അട്ടപ്പാടിയിൽ എങ്ങനത്തെ ബുദ്ധിമുട്ട് സാർ പറയൂ. അറിഞ്ഞുകൊണ്ടാണ് സാർ മുൻകാതെ വരുന്നത്. ശരിയാണോ? അപ്പൊ അത് നിങ്ങൾ തന്നെ തീരുമാനിക്കണോ. വെള്ളിയാഴ്ച ആകുമ്പോഴേക്ക് എനിക്ക് ഞാൻ കാടിനെ വണ്ടി വിട്ട് ഓട്ടി ഞാൻ സോള വരിക്കും. എന്റെ അല്ല, ഞാൻ ഇത് ഇങ്ങനെയൊക്കെ കള്ള പ്രചരണങ്ങൾ ഉണ്ടാക്കി കള്ള രേഖ ഉണ്ടാക്കി അറ്റാക്ക് ചെയ്യുന്നു. ഇത് സാധാരണക്കുള്ള ആളുകളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് അതാണ് ഞങ്ങളിതിൻ്റെ ഒരു ഭാഗം. ഇത് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് 37 കൊല്ലമായി ഈ കേസ് ഒരു അപ്ലിക്കേഷൻ സർക്കാർ എഴുതി വാങ്ങിയ അപ്ലിക്കേഷനാണ്. എൻക്രോച്ച്മെന്റ് നടന്നിരിക്കുന്നു, കെട്ടിടങ്ങൾ വെച്ചിരിക്കുന്നു, പെട്രോൾ പമ്പിന് അനുവാദം കൊടുത്തിരിക്കുന്നു. അപ്പൊ ഇത് നോക്കേണ്ട അധികാരികളായ റവന്യൂ അധികാരികൾ സാധാരണക്കുള്ള ആളുകൾ ഞങ്ങളെ സഹായിക്കണം.